ഭുവനേഷിന്റെ പ്രൊഫഷനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും നടനാണോ അതോ മറ്റ് എന്തെങ്കിലും മേഖലയാണോ എന്നുള്ളത് വഴിയെ വ്ലോഗിലൂടെ വ്യക്തമാക്കുമെന്നും അനുമോൾ പറഞ്ഞു. കൂടാതെ വരാനിരിക്കുന്ന വീഡിയോകളിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വലിയ സർപ്രൈസ് കൂടി കാത്തുവച്ചിട്ടുണ്ടെന്നും താരം പറയുന്നു. ഭുവന്റെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിത്തരാം. വേറെന്താ, പിന്നെ ഭുവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് സ്ഥലം, അതൊക്കെ ഞാൻ പതിയെ എൻ്റെ വ്ളോഗിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ കാണിക്കാൻ പോകുന്നത് എല്ലാം കല്യാണ വിശേഷങ്ങളും ഹൽദി മെഹന്തി പ്രീ വെഡിങ് വിശേഷങ്ങളും ഒക്കെയാണ്. അതൊക്കെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തു വെച്ചു. അതുകൂടാതെ വേറൊരു സർപ്രൈസും കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. അത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഷോക്കാകും. ഭുവന് എന്തായാലും എല്ലാം സിമ്പിളായിട്ട് നടത്തണം എന്നായിരുന്നു ആഗ്രഹം. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം അത് മതി എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ താൻ പറഞ്ഞു, ഇല്ല, കല്യാണം ഒന്നേ ഉള്ളൂ ഭുവ, എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് എനിക്ക് കല്യാണം നടത്തണം, ഇതുപോലെ വലിയ ഗ്രാൻഡ് ആയിട്ട് നടത്തണം, ഇതുപോലെ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഫംഗ്ഷനും വെക്കണം എന്നൊക്കെ തൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭുവനെ നിർബന്ധിച്ചാണ് അനുമോൾ എല്ലാ വിവാഹത്തിലും എത്തിച്ചത്. അനുമോളുടെ വിവാഹം കഴിഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് അനുമോൾ. എല്ലാവരുടെയും പ്രിയങ്കരിയായ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയി കൂടിയായ അനുമോൾ RS എന്ന് പറയുന്ന കാർത്തു എന്ന് വിളിക്കുന്ന നമ്മുടെ അനുമോള് ഗുരുവായൂർ കണ്ണന്റെ മുന്നിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം വിവാഹിതയായത്. വധുവായി ഒരുങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയായിരുന്നു അനുവിന്റെ വിവാഹമായി എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നത്. സത്യം പറഞ്ഞാൽ അനുവിന്റെ വിവാഹം കുറേ നാളുകളായി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാണ് അനു വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നത്. അതിനെല്ലാം ഇപ്പോൾ മറുപടിയായിരിക്കുന്നു. ഇനി ആ ചോദ്യം ആരും ചോദിക്കണ്ട. വിവാഹം കഴിഞ്ഞ സന്തോഷത്തോടെ ഭുവന്റെ അരികിൽ ഇരിക്കുന്ന അനുവിന്റെ വീഡിയോയും പിന്നെ അനുവിനൊപ്പമുള്ള ഒരു ചിത്രവും ഒക്കെ ഭുവൻ പങ്കുവച്ചിരുന്നു. സ്വന്തം സോഷ്യൽ മീഡിയയിൽ അനുവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭുവൻ അപ്ഡേഷൻസ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അമ്മയോടൊപ്പം വന്ന് നിൽക്കുന്ന ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുന്ന ഒരു പാവം ചെക്കനായിട്ടാണ് നമ്മൾ എല്ലാവരും ഭുവനെ കണ്ടത്. അധികം ആരും ഇല്ലായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്നും വലിയ ബന്ധുക്കളോ ഒന്നും നമ്മൾ കണ്ടില്ല. വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഭുവന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഭുവനെക്കുറിച്ചും അനുവിനെക്കുറിച്ചും വലിയ ചർച്ചകളാണ് നടന്നത്. ശരിക്കും ഭുവനാണ് വരൻ എന്നറിഞ്ഞതോടെ, ഈ വീഡിയോയൊക്കെ വന്നതോടെ, ഇതാരാണ് ഈ പയ്യൻ, ഈ ചുള്ളൻ ചെറുക്കൻ ആരാണ്, നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഭുവനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അനുവും പുറത്തുവിട്ടില്ല. ഭുവൻ നടനാണ്. കോമഡി കുക്കിംഗ് എന്ന് പറയുന്ന തമിഴിൽ ഒരു പരിപാടിയിൽ അനു മുന്ന് പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടിയിൽ വെച്ചിട്ടാണ് ഇവർ പരിചയപ്പെടുന്നതൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.